ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് വലിയ ശനിയാഴ്ച, ദ സാറ്റർഡേ ഓഫ് വെയിറ്റിംഗ്, ദ സാറ്റർഡേ ഓഫ് ഹോപ്പ്. പ്രത്യാശയുടെ, കാത്തിരിപ്പിൻ്റെ ഈ വലിയ ശനിയുടെ പ്രാർത്ഥനകൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം നേരുന്നു. ഒരു പ്രത്യേകതയുള്ള അറിയിപ്പാണ് ഈ വീഡിയോ. കഴിഞ്ഞ 48 ദിവസമായി, ഇന്നും നാളെയും കൂടെ മാർഗം വരുമ്പോൾ ഈ നോമ്പുകാല ധ്യാനം 50 ദിവസം പൂർത്തിയാക്കുകയാണ്. ഇത് പൂർത്തിയാക്കി തുടങ്ങുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈശോ നേരിട്ട് പറഞ്ഞതുപോലെ ഞാൻ അനുഭവിച്ച ഒരു കാര്യമാണ്. എൻ്റെ ടോക്ക് കേൾക്കാറുള്ളവർക്കറിയാം, പൊതുവെ ഞാൻ അങ്ങനെയൊന്നും പറയാറില്ല. ഈശോ പറഞ്ഞത്, പരിശുദ്ധി അമ്മ പറഞ്ഞത്, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാത്തത് അങ്ങനെയൊന്നും കേൾക്കാഞ്ഞിട്ടല്ലേ അച്ചോ, അങ്ങനെ പറയരുത്. അങ്ങനെ കേൾക്കുന്നുണ്ട്, പക്ഷേ അത് അങ്ങനെ പറഞ്ഞില്ല, അത്രയേ ഉള്ളൂ. അങ്ങനെ പറയാറായില്ലെന്ന് തോന്നി. ഇതെന്താ സംഭവം എന്ന് ഞാൻ പറയാം. നിങ്ങൾ കേൾക്ക്, കൗതുകത്തോടെ ഇത് കേൾക്ക്, ഇത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുക. ഈ 50 ദിവസം ധ്യാനം നടത്തിയില്ലേ, മുടങ്ങാതെ. ഇപ്പം 48 എത്തി, 49, 50 കർത്താവ് സഹായിച്ചാൽ മുടങ്ങാതെ മാർഗം 50 ദിവസം പൂർത്തിയാക്കും. എനിക്കത് അത്ഭുതമാണ് കേട്ടോ. എനിക്കറിഞ്ഞൂടെ നിങ്ങൾക്കത് അത്ഭുതമാണ്, എനിക്കത് അത്ഭുതമാണ്. ഈ തിരക്കിനിടയ്ക്ക് അതെങ്ങനെ മുടങ്ങാതെ എത്തി. 5:30 ബ്ലെസ്സിങ് മുടങ്ങാതെ എത്തി. 33 ദിവസത്തെ യൗസേപ്പിതാവിൻ്റെ പ്രതിഷ്ഠ മുടങ്ങാതെ എത്തി. അപ്പം ഞാൻ മനസ്സിൽ പ്രിപ്പയർഡായി. എന്താണെന്നറിയാമോ, ഞാൻ എൻ്റെ അടുപ്പുള്ളവരോട് പറഞ്ഞു, ഈസ്റ്ററിൻ്റെ അന്ന് കർത്താവിനെ ഉയർപ്പിച്ചിട്ട് ഞാൻ ആ കല്ലറയിൽ കയറി കിടക്കും. എക്സോസ്റ്റഡായി, എനിക്ക് വിശ്രമിക്കണം. നിങ്ങൾക്കറിയാം, ഇടയ്ക്ക് ഞാൻ ഫീഡ് മൈ ഷീപ്പ് എല്ലാം ഷട്ട് ഡൗൺ ചെയ്ത് കംപ്ലീറ്റ് സൈലൻസിലേക്ക് പോകാറുണ്ട്. ഇടയ്ക്ക് ചിലർ ചോദിക്കുക, അച്ഛാ എവിടെയാണ് കാണുന്നില്ലല്ലോ. അത് പ്ലാൻഡാണ്. അത്തരം ബ്രേക്കുകൾ ഞാൻ പ്ലാൻ ചെയ്യുന്നതാണ്. ഇടയ്ക്ക് ഞാൻ സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്നതാണ്, എന്നെ തന്നെ ഹൈഡ് ചെയ്യുന്നതാണ്, ഒന്ന് മാറി നിൽക്കുന്നതാണ് ഈ മെയിൻ സ്ട്രീമിൽ നിന്ന്. അപ്പം ഞാൻ എല്ലാം റെഡിയാണ്. ഈസ്റ്ററിന് അവസാനത്തെ മാർഗ്ഗം ഇറങ്ങുന്നു, നന്ദി പറയുന്നു, ഇറങ്ങുന്നു, ഓഫ് ചെയ്യുന്നു, ഞാനൊന്ന് മാറി നിൽക്കുന്നു, ബ്രേക്ക് എടുക്കുന്നു. അപ്പോൾ ഈ ഓസ്ട്രേലിയയിൽ ഇത്തവണത്തെ ഈ നോമ്പുകാലത്തിൻ്റെ വരവിൽ 7-8 പള്ളികളിൽ ധ്യാനങ്ങൾ നടന്നു. അതിൽ സൺഷൈൻ കോസ്റ്റ് പള്ളിയിൽ, ഇപ്പം ഞാൻ നടക്കുന്നത്, ഇപ്പോൾ ആയിരിക്കുന്ന അവിടെയാണ്, ഹോളി വീക്ക് അവരുടെ കൂടെയാണ്. സൺഷൈൻ കോസ്റ്റ് പള്ളിയിൽ 3 ദിവസത്തെ ധ്യാനത്തിൻ്റെ അവസാനത്തെ ആരാധന നടക്കുകയാണ്. അപ്പോൾ ആരാധനയിൽ എനിക്കിഷ്ടമാണ് ഈശോ ഇങ്ങനെ സമയമെടുത്ത് ആരാധിച്ചുകൊണ്ടിരിക്കാൻ. അപ്പോൾ ജനത്തെ ഒരുക്കി ഞാനും ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ആരാധനയ്ക്കിടയ്ക്കാണ് പെട്ടെന്ന് ഇങ്ങനെ ഇടിമിന്നൽ പോലെയോ, കർത്താവ് വന്ന് തലക്കിട്ടൊരു തട്ട് തന്നിട്ട് പറയുന്ന പോലെയോ, ചെവിക്കകത്തോട്ട് കർത്താവിൻ്റെ സ്നേഹവും മാധുര്യവും ഗാംഭീര്യവുമുള്ള സ്വരം മുഴങ്ങുന്നത് പോലെ അനുഭവിച്ചത്. ഈശോ ചോദിച്ചത്, റെസ്റ്റ് എടുക്കാൻ പോവാ അല്ലേ? അതെ, റെസ്റ്റ് എടുക്കാൻ പോവാ. ഈസ്റ്ററോടുകൂടി നിർത്തുകയാണ്. ഈശോ സങ്കടത്തോടെ പറഞ്ഞ കാര്യം അറിയാമോ? എൻ്റെ കുരിശു മരണത്തിന് നീ എത്ര നന്നായിട്ടാണ് ജനത്തെ ഒരുക്കിയത്. എൻ്റെ പീഡാസഹനത്തിൻ്റെ വ്യത്യസ്ത മാനങ്ങളെ എത്ര നന്നായിട്ടാണ് നീ പറഞ്ഞു കൊടുത്തത്. ഈശോ നല്ല വാക്ക് പറഞ്ഞപ്പോൾ നിങ്ങൾ ആര് പറയുന്നതിനേക്കാൾ കേട്ടപ്പോൾ ഒരു സന്തോഷം. എന്നിട്ട് പറയുകയാണ്, എൻ്റെ ഉദ്ധാനത്തെക്കുറിച്ച് ആര് പറഞ്ഞു കൊടുക്കുന്നു? ഉദ്ധാനത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ച് ആര് ജനത്തിന് പറഞ്ഞു കൊടുക്കുന്നു? 50 ദിവസം ഒരുങ്ങിയിട്ട് ഞായറാഴ്ച ഒരു കുർബാനയും കുർബാന മധ്യ ഒരു പ്രസംഗവുമല്ലാതെ ഉദ്ധാന രഹസ്യങ്ങളെ ജനത്തിന് ആര് പറഞ്ഞു കൊടുക്കുന്നു? വിശ്വാസത്തിൻ്റെ കേന്ദ്രവും വിശ്വാസത്തിൻ്റെ കാതലുമായ ഉദ്ധാനത്തെക്കുറിച്ച് എന്തേ പുരോഹിത നീ പറഞ്ഞു കൊടുക്കാത്തത്? എൻ്റെ ദൈവമേ, എൻ്റെ നെഞ്ചിടിപ്പ് നിലച്ചു. എനിക്ക് എന്ത് പറയണമെന്നറിയത്തില്ല. അപ്പം ഞാനിങ്ങനെ ബ്ലാങ്കാണ്. അപ്പോൾ പിന്നെ ഈശോ ഇങ്ങനെ കണ്ടിന്യൂസ് പറഞ്ഞു തരികയാണ്. പിന്നെ ഓരോന്നോരോന്ന് പെട്ടെന്ന്. അപ്പോൾ ഈശോ പറഞ്ഞു തരിക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തേക്കരുത് ഒരു അതിസ്വാഭാവിക അനുഭവം, ഒരു ദർശനം, അങ്ങനല്ല. അതുവരെ ചിന്തിക്കാത്തൊരു മേഖലയിലോട്ട് എനിക്ക് കർത്താവ് നൽകുന്ന ഹ്യൂമൻ ഫാക്കൽറ്റീസിനെ കർത്താവ് കൊണ്ടുപോവാണ്. ബുദ്ധി നൽകിയത് കർത്താവല്ലേ, അതിനെ കർത്താവ് അങ്ങോട്ട് ഗൈഡ് ചെയ്യുകയാണ്. കർത്താവ് പറഞ്ഞു, ഉദ്ധാന ഞായർ, ഉയർപ്പ് ഞായർ, തൊട്ടടുത്ത ഞായർ നമ്മുടെ സഭയിൽ പുതു ഞായറാഴ്ച. ഈ ഞായർ തൊട്ട് അടുത്ത ഞായർ വരെ സഭയിൽ വിളിക്കുന്ന പേര് ദ ഈസ്റ്റർ ഒക്ടേവ്. ഈ ഉയർപ്പിൻ്റെ 8 നാളുകൾ, ഉയർപ്പിൻ്റെ ഒക്ടേവ് 8 നാളുകൾ. എന്നിട്ട് നിർബന്ധിക്കുകയാണ്, പ്രിപ്പയർ, ഒരുങ്ങ്. ഉയർപ്പിനെക്കുറിച്ച് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക. ഇത്ര കാര്യമായിട്ട് മാർഗത്തിലൂടെ പീഠാനുഭവത്തെ, കുരിശുമരണത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത നീ ഇനി ഉയർപ്പിനെക്കുറിച്ച് ജനത്തിന് പറഞ്ഞു കൊടുക്കണം. കാരണം ഇന്ന് എല്ലാവർക്കും പീഡാസഹനത്തിലേക്ക് നോക്കിയാൽ മതി, കുരിശുമരണം കണ്ടാൽ മതി. കുരിശേൽ അവസാനിക്കുന്നില്ല, കഥ അവസാനിച്ചിട്ടില്ല. ഉയർപ്പെന്താ ധ്യാനിക്കാത്തത്? ഇത്രയും നന്നായിട്ട് നോമ്പെടുത്തവർ, പ്രാർത്ഥിച്ചൊരുങ്ങിയവർ, എല്ലാ ദിവസവും പള്ളിയിൽ പോയവർ, ഈസ്റ്ററോടുകൂടി എല്ലാം കുത്തഴിഞ്ഞ പുസ്തകം പോലെ ആയിപ്പോവാണോ? അരുത്. ഇത് പബ്ലിക് റെവലേഷനാണ്. പ്രൈവറ്റ് റെവലേഷൻസ് പബ്ലിക് റെവലേഷനെ ഓവർ പവർ ചെയ്യുന്ന കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാകും.
സ്വകാര്യ വെളിപാടുകൾ പൊതുവെളിപാടിനെ, ഉദ്ധാനം പൊതുദൈവിക വെളിപാടാണ്, അതിനെ ഓവർ പവർ ചെയ്യുകയാണ്. ഭക്താഭ്യാസങ്ങൾ കർത്താവിലൂടെ വെളിപ്പെട്ട് കിട്ടിയതിൻ്റെ മുകളിലേക്ക് വളരുമ്പോൾ പൊതുദൈവിക വെളിപാടിന്, പിന്നീടുണ്ടായ സ്വകാര്യ വെളിപാടുകളെക്കുറിച്ചല്ലേ പറയുന്നത്, പൊതുദൈവിക വെളിപാട്, ഈശോയിൽ പൂർത്തിയായ പൊതുദൈവിക വെളിപാട്, അത് ഉദ്ധാനം അതിൻ്റെ ഭാഗമാണ്, അതിൻ്റെ മെയിൻ രഹസ്യമാണ്, കോറാണ്. പൊതുദൈവിക വെളിപാടിൻ്റെ ഏറ്റവും സെൻറ്ററാണ് ഉദ്ധാനം. നമുക്ക് ധ്യാനിക്കേണ്ടത് ഫീഡ് മൈ ഷീപ്പിൻ്റെ കുടുംബമെങ്കിലും നമുക്കെങ്കിലും കർത്താവിൻ്റെ മനസ്സിനോട് ചേർന്ന് അവൻ്റെ ഉദ്ധാനത്തെ വേണ്ട ധ്യാനിക്കാൻ. ഈ കാലം വീണ്ടും പീഡാസഹനവും കർത്താവിൻ്റെ കുരിശുമരണവും പറഞ്ഞിരിക്കാൻ പാടില്ല. നമ്മൾ ഉദ്ധാനത്തിലേക്ക് നമ്മുടെ നോട്ടം പോകട്ടെ. വി ആർ ഈസ്റ്റർ പീപ്പിൾ. ഉയർത്തെഴുന്നേറ്റവൻ്റെ സമൂഹമല്ലേ നമ്മൾ, ഉയർപ്പല്ലേ നമ്മുടെ പ്രത്യാശ. ഉയർപ്പിലേക്ക് നമുക്ക് നോക്കാം. അവൻ പീഡ സഹിച്ചു കുരിശിൽ മരിച്ചു എന്നത് ചരിത്ര സത്യമാണ്, നേരാണ്. അവൻ്റെ കുരിശുമരണം എത്രമേൽ യാഥാർത്ഥ്യമാണോ, അവൻ്റെ ബെറിയൽ, അടക്ക് എത്രമേൽ യാഥാർത്ഥ്യമാണോ, അതുപോലെ യാഥാർത്ഥ്യമാണ്, അതിനേക്കാൾ മിഴിവോടെ നമ്മൾ കാണേണ്ടതാണ് ഈശോയുടെ ഉയർപ്പ്. എൻ്റെ പ്രിയമുള്ളവരെ, ഞാനിത് അല്പം പെടച്ചാണ് പറയുന്നത്, എനിക്കറിയാം. കാരണം ഞാൻ അനുഭവിച്ചത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു പോയതാണ്. നമുക്കിത് ഏറ്റെടുക്കണ്ടേ? നമുക്ക് തുടങ്ങാം. ഞായറാഴ്ച മുതൽ 5 മണി എന്നാണ് പോസ്റ്ററിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. പക്ഷേ 5 മണിക്കും 6 മണിക്കും, 5 മണി 6 മണി നേരത്തെ, മിക്കവാറും 6 മണിക്കായിരിക്കും. ഉയർപ്പ് ഞായർ തൊട്ട് പുതു ഞായറാഴ്ച വരെ 8 നാളുകളിലൂടെ നമ്മളൊരു യാത്ര ചെയ്യാൻ പോവാണ്. ടെഡ് എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. TED, ടെഡ്, ദ എയ്ത്ത് ഡേ. ദ എയ്ത്ത് ഡേ, 8ാം നാൾ. 8ാം നാൾ ഞായറാഴ്ചയാണ്. ഈ ആഴ്ച ആഘോഷത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ആഴ്ചയാണ് കേട്ടോ. സീറോ മലബാർ സഭയിൽ പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം, വെള്ളിയാഴ്ചകളിൽ മാംസവർജനം ഉള്ളതാണ് നമുക്ക്. പക്ഷേ ഈ ആഴ്ച മാംസവർജനം പാടില്ലെന്ന് സഭ പറഞ്ഞിട്ടുണ്ട്. അത്രമേൽ പരിത്യാഗത്തിൽ നിന്ന് മാറി ആനന്ദത്തിൻ്റെ അനുഭവത്തിൽ, ഉദ്ധാനത്തിൻ്റെ അനുഭവത്തിൽ ഉയർത്തെഴുന്നേറ്റവൻ്റെ മക്കള് ആയിരിക്കേണ്ട, അഭിമാനത്തോടെ സന്തോഷത്തോടെ കർത്താവിൻ്റെ മുഖത്തേക്ക് അപ്പാ എന്ന് വിളിച്ച് നോക്കി നിൽക്കേണ്ട ആഴ്ചയായത്. ഒക്ടേവ്, ദ ഈസ്റ്റർ ഒക്ടേവ്. അപ്പോൾ നമ്മൾ ഫീഡ് മൈ ഷീപ്പിൽ ഒരു പുതിയ പ്രോഗ്രാം തുടങ്ങുകയാണ്. അതും കൂടെ കഴിയുമ്പോൾ കർത്താവിനെ വിശ്രമിക്കാൻ അനുവദിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മാർഗം തീരുന്നിടത്ത്, പീഡാനുഭവ ധ്യാനം അവസാനിക്കുന്നിടത്ത് ഉദ്ധാന ധ്യാനം ആരംഭിക്കുന്നു. ഞായറാഴ്ച തൊട്ട് ഏപ്രിൽ 5 ഞായറാഴ്ച തൊട്ട് ഏപ്രിൽ 12 ഞായർ വരെ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് അല്ലെങ്കിൽ 6 മണിക്ക് മുമ്പായിട്ട് നിങ്ങളിലേക്ക് ദ എയ്ത്ത് ഡേ എന്ന ശുശ്രൂഷ, ഉദ്ധാനത്തിൻ്റെ രഹസ്യങ്ങളെ ധ്യാനിക്കുന്ന ഈ ശുശ്രൂഷ എത്തുകയാണ്. നിങ്ങളിത് കേൾക്കുക, മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറ. സുവിശേഷത്തോട്, ഉദ്ധാനത്തോട് ചേർന്ന് നമുക്ക് നിൽക്കാമെന്ന് പറ. തിരുസഭ ഇതിനെ ഈസ്റ്റർ ഒക്ടേവ് എന്ന് വിളിച്ച് ഏറ്റുപറയുമ്പോൾ ആ ഉയർപ്പിനെ നമുക്ക് ഏറ്റെടുക്കാമെന്ന്, ഉയർപ്പിൻ്റെ ആനന്ദത്തിൽ നമുക്ക് ജീവിച്ചു തുടങ്ങാമെന്ന് പരസ്പരം പറഞ്ഞ് കൂടുതൽ ആളുകളിലേക്ക് ഇത് പങ്കുവയ്ക്കുക, ഏറ്റെടുക്കാൻ അവരെ ഒരുക്കുക. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ശുശ്രൂഷയ്ക്ക് എന്നെ ഒരുക്കുന്ന കർത്താവിനെ ഞാൻ ഏറ്റുപറയുന്നു, സ്തുതിക്കുന്നു. ശുശ്രൂഷയിൽ എന്നെ സഹായിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ടീം അംഗങ്ങളെ, ഫീഡ് മൈ ഷീപ്പിൻ്റെ ടീം അംഗങ്ങളെ പ്രാർത്ഥനയോടെ ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കുന്നു. നിങ്ങളും എനിക്ക് വേണ്ടിയും എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ.